നമസ്കാരം. ഇന്ത്യക്കെതിരെ കുരച്ചു സ്വന്തം തൊണ്ടക്കുഴിയിലെ വെള്ളം വറ്റി തൊണ്ട പൊട്ടി. കരാറെടുത്ത് പണിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ കരാറെടുത്ത് കുരയ്ക്കുന്നത് കാണാൻ കഴിയുന്നത് പാകിസ്ഥാൻ നേതാക്കന്മാരുടെ ഈ കുര കാണുമ്പോൾ മാത്രമാണ്. എന്ത് നെറുകേടോ അക്രമമോ കാണിക്കും. എന്നാലും ഒരു രാജ്യവും ആ രാജ്യത്തിന്റെ ഭരണാധികാരികളുമല്ലേ. ട്രംപിന് വേണ്ടി എന്തൊക്കെ ഉളുപ്പില്ലാത്ത പണികളാണ് എടുക്കുന്നത്. ഷൂ നക്കി തുടയ്ക്കുന്നത് മുതൽ ട്രംപിന്റെ അടുക്കളപ്പണിയും കഴിഞ്ഞ് ഒടുവിൽ ട്രംപിന് വേണ്ടി ഇന്ത്യയെ നോക്കി കുരച്ച് പ്രീതിപ്പെടുത്താനുള്ള ബഹളത്തിലാണ് പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ നിരന്തരം പ്രകോപനപരമായ പരാമർശങ്ങളാണ് പാകിസ്ഥാൻ കുറച്ചു നാളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യക്കെതിരെ കുതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. അതും സ്വതന്ത്രമായ നിലപാടിനല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുകൂലത നേടി സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായി. ട്രംപിന്റെ ശ്രദ്ധ നേടാനായി പാകിസ്ഥാൻ ഇപ്പോൾ അതിരുകൾക്കപ്പുറത്ത് വെടിവെപ്പുകൾ നടത്തുകയും തീവ്രവാദികൾക്ക് പിന്തുണ നൽകുകയും ഇന്ത്യക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നുവെന്നത് മറച്ചുവെക്കാനാകാത്ത സത്യമാണ്. ഇപ്പോൾ വീണ്ടും പാകിസ്ഥാനിൽ സംഭവിക്കുന്ന അശാന്തിക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന ആരോപണവുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്ത് വന്നിരിക്കുകയാണ്. പാക് TV ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പരാമർശിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ഇന്ത്യക്കെതിരെ ആരോപണവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയത്. അഫ്ഗാനിസ്ഥാൻ ഇനി തങ്ങളെ ആക്രമിച്ചാൽ 50 മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുമെന്നും ഖ്വാജ ആസിഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമാധാന കരാറിൽ നിന്ന് പിന്മാറുന്ന അഫ്ഗാനിസ്ഥാൻ സർക്കാരിനെയും ഖ്വാജ വിമർശിച്ചു. പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യ നേരിട്ട തോൽവിക്ക് അവർ അഫ്ഗാനിസ്ഥാനിലൂടെ പകരം വീട്ടുകയാണെന്നും അവിടെ താലിബാൻ ഭരണകൂടം ഇന്ത്യ സന്ദർശിച്ചുവെന്നും ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു ചെറിയ യുദ്ധത്തിൽ ഏർപ്പെടാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു, അതിനായി അവർ കാബൂളിനെ ഉപയോഗിക്കുന്നു എന്നുമാണ് ഖ്വാജ ആസിഫ് പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് നോക്കാൻ പോലും ധൈര്യപ്പെടില്ല എന്നും അങ്ങനെ ചെയ്താൽ അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുമെന്നുമാണ് പാകിസ്ഥാന്റെ വീരവാദം. അവർക്ക് ഭീകരവാദികളെ ഉപയോഗിക്കാൻ കഴിയും എന്നതിനൊപ്പം കഴിഞ്ഞ 4 വർഷമായി അവർ ഭീകരവാദികളെ ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണവും പാകിസ്ഥാനിലെ ഭീകരതയ്ക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാനാണെന്നതിൽ സംശയമില്ല എന്നും പാകിസ്ഥാൻ തുറന്നടിക്കുന്നു. അവർ ഇന്ത്യയുടെ ഒരു ഉപകരണമാണ്. ഇസ്ലാമാബാദിൽ ആക്രമിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഉചിതമായ മറുപടി നൽകും. അത് 50 മടങ്ങ് ശക്തമായ തിരിച്ചടി ആയിരിക്കുമെന്നാണ് പ്രതിരോധ മന്ത്രിയുടെ പരാമർശം. ഇന്ത്യയുടെ സമാധാനപരമായ നിലപാട് ലോകമെമ്പാടും പ്രശംസിക്കപ്പെടുമ്പോഴും പാകിസ്ഥാൻ അതിനെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. അവരുടെ പ്രതിരോധ വക്താക്കളും മാധ്യമങ്ങളും ഇന്ത്യയെ തകർക്കാനായി ദിവസവും പുതിയ പ്രസ്താവനകളുമായി രംഗത്തെത്തും. ഇതിനു പിന്നിലെ ഉദ്ദേശം കൃത്യമാണ്. അത് ട്രംപിന്റെ ശ്രദ്ധ നേടുക. ട്രംപിന്റെ അമേരിക്കൻ ഫേവർ നേടി പാകിസ്ഥാൻ വീണ്ടും അമേരിക്കയുടെ സൗഹൃദ രാജ്യത്തിന്റെ പട്ടികയിലെത്തണം. പാകിസ്ഥാൻ ഇപ്പോൾ ട്രംപിന്റെ പുതിയ വിദേശ നയങ്ങളെ അനുകൂലിക്കുന്നതായാണ് പെരുമാറുന്നത്. ഇന്ത്യയെ ട്രംപ് വിമർശിക്കുന്നിടത്തോളം പാകിസ്ഥാൻ കൈയടിക്കുന്നു. ഇതിലൂടെ അവർ ശ്രമിക്കുന്നത് ഞങ്ങൾ ട്രംപിന്റെ സഹയാത്രികരാണ് എന്ന് സ്ഥാപിക്കുകയാണ്. എന്നാൽ ഈ കൃത്രിമ സൗഹൃദം ദീർഘകാലത്തേക്കുള്ളതല്ല. കാരണം ട്രംപിന്റെ നിലപാട് സ്വാർത്ഥതയുടെ അടിത്തറയിൽ ഉറപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ കണക്കിൽ പാകിസ്ഥാനും ഇന്ത്യയും രാഷ്ട്രീയ കളികളിലെ കേവലം പാവകൾ മാത്രമാണ്. ട്രംപിന്റെ ശ്രദ്ധ നേടിയെടുക്കാൻ പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാമെന്ന വാചകവുമായി രംഗത്തിറങ്ങും. എന്നാൽ ഇന്ത്യ എപ്പോഴും സമാധാനത്തിനും സഹവർത്തിത്വത്തിനും പ്രാധാന്യം നൽകുന്ന രാഷ്ട്രമാണ്. പക്ഷെ അത് ദൗർബല്യമല്ല എന്ന് പാകിസ്ഥാൻ തിരിച്ചറിയണം. മോദി സർക്കാരിന്റെ പ്രതിരോധ നയങ്ങൾ ശക്തവും ഉറച്ചതുമാണ്. പാകിസ്ഥാൻ നടത്തുന്ന നടപടികൾക്ക് മറുപടി നൽകാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിവും ആത്മവിശ്വാസവുമുണ്ട്. ട്രംപിന്റെ നയങ്ങൾ എപ്പോഴും സ്വാർത്ഥത ആധാരമാക്കിയവയാണ്. പാകിസ്ഥാൻ ട്രംപിന്റെ അനുകൂലത നേടിയാലും അത് താൽക്കാലികമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ട്രംപ് ആരെയും സ്ഥിരമായി പിന്തുണയ്ക്കുന്ന ഒരു നേതാവല്ല. ട്രംപിന്റെ കൂട്ടുകെട്ടുകൾ വ്യാപാര കരാറുകൾ പോലെ തന്നെയാണ്. ആവശ്യത്തിനുള്ളപ്പോൾ മാത്രമേ അത് നിലനിൽക്കൂ. അതിനാൽ പാകിസ്ഥാൻ ഈ അന്യായ നീക്കങ്ങളിലൂടെ ട്രംപിനെ പ്രീതിപ്പെടുത്താനാവുമെന്ന് കരുതുന്നത് കേവലം ബാലിശമാണ്. ഇന്ത്യൻ ജനതയ്ക്ക് പാകിസ്ഥാന്റെ നെറുകേടുകൾ പുതുമയല്ല. ഓരോന്നിനും പിന്നിൽ ഒരു പരാജിത രാഷ്ട്രത്തിന്റെ ഭയമാണ് പാകിസ്ഥാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാന് ഇപ്പോൾ വിദേശ നയത്തിലൂടെ മാത്രമാണ് നിലനിൽപ്പുള്ളത്. എന്നാൽ ഇന്ത്യ ഇന്ന് ആഗോള വേദികളിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്ന രാജ്യമാണ്. ട്രംപിന്റെയോ പാകിസ്ഥാന്റെയോ മിഥ്യാപ്രചരണങ്ങളിലൂടെ അതിനെ തടുക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ നടത്തുന്ന വാക്പോരുകൾ, അതിരുകൾക്കപ്പുറത്ത് നടത്തുന്ന ആക്രമണങ്ങൾ, രാഷ്ട്രീയ പ്രസ്താവനകൾ ഇവയൊക്കെ ഒരു തകർന്നു വീഴുന്ന ഭരണകൂടത്തിന്റെ വിറയൽ മാത്രമാണ്.
ട്രംപിന്റെ പ്രീതി നേടാനായി അവർ ഇന്ത്യയെ നോക്കി കുരയ്ക്കുന്നുവെങ്കിലും ഇന്ത്യയുടെ ദേശീയ ആത്മാഭിമാനവും പ്രതിരോധ ശക്തിയും ലോകത്തിന് തന്നെ പാഠമായി നിൽക്കും. കാരണം ഇന്ത്യയെ നയിക്കുന്നത് മറ്റാരുമല്ല, മോദി എന്ന കരളുറപ്പുള്ള മനുഷ്യനാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച